താങ്ക് യു സിസ്റ്റർ ആനി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇപ്പോൾ എൽസി ആൻഡ് പാടിയ ആ പാട്ടാണ് ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന. അതാണ്, പാസ് മീ നോട്ട് ഓ ജെന്റിൽ സേവിയർ, ഹിയർ മൈ ഹംബിൾ ക്രൈ. 5 മിനിറ്റ് സമയം കൊണ്ട് എൽസി ആൻറ്റി അതുപോലെ 2 പാട്ട് പാടി. ഒരു 6-7 hours കൊണ്ടാണ് ഞാനും എനിക്ക് നോട്ടീസ് അത്രയുമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ചെറിയ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. തണ്ടർ സ്റ്റോം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതെല്ലാം മാനേജ് ചെയ്യുന്ന നമ്മുടെ ദൈവമാണല്ലോ. അപ്പം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തുടരാം. എനിക്ക് ഈ ടാസ്ക് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച പാന്തത്ത് ഫോർ ദ ലിവിങ് വേർഡിൻ്റെ കോർഡിനേറ്റേഴ്സിനോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. സ്വല്പസമയം നമുക്ക് ധ്യാനത്തിനായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് സ്വല്പസമയം ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണല്ലോ. 13-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ കഴിച്ചു. അതിനുശേഷം 14, 15, 16 അധ്യായങ്ങളിൽ മാളികമുറി പ്രഭാഷണം എന്നറിയുന്ന ഒരു നീണ്ട പ്രഭാഷണമാണ് അത്. വളരെ അതിനുശേഷം ഉള്ളതാണ് 17-ാം അധ്യായത്തിലെ ഒരു പ്രയർ. കർത്താവ് പല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും ദീർഘമേറിയ പ്രാർത്ഥന ഇത് മാത്രമാണ്. നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചുവെന്ന്. അപ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലോങ് പ്രേയേഴ്സ് ആണല്ലോ അതൊക്കെ. പക്ഷെ അതൊന്നും നമുക്ക് റെക്കോർഡഡ് ആയിട്ടില്ല. നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് മാത്രമേ അറിയത്തുള്ളൂ. റെക്കോർഡ് ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും ദൈർഘ്യമേറിയത് ഈ പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി കഴിഞ്ഞു. 13-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുമൊത്ത് പ്രൈവറ്റായിട്ട് താൻ പെസഹ ആചരിച്ചു. പിന്നത്തെ മാളികമുറി പ്രഭാഷണം തൻ്റെ ശിഷ്യന്മാരോട് മാത്രമായിരുന്നു. കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ അവര് നേഷനായിട്ട്, ഇസ്രായേൽ ഒരു നേഷനായിട്ട് കർത്താവിനെ റിജക്റ്റ് ചെയ്തു. അതിനുശേഷമാണ് കർത്താവ് പ്രൈവറ്റായിട്ട് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഈ ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. അവരുടെ കർത്താവ് കഴിഞ്ഞ 3.5 വർഷക്കാലം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം താൻ അവരെ വിട്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരെ പ്രിപ്പയർ ചെയ്യുകയാണ്. ചില മണിക്കൂറിന് ശേഷം ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യും. ശത്രുക്കളുടെ കൈകളാൽ അടിയേൽക്കും, നിന്നയേൽക്കും, തുപ്പലേൽക്കും, പലവിധമായ പരിഹാസത്തിന് പാത്രീഭൂതനാകും. അതിനുശേഷം ആ കുരിശിന്മേൽ 3 ആണിമേൽ തറയ്ക്കപ്പെടും. തൻ്റെ പ്രാണനെ അവിടെ വെടിഞ്ഞ്, നമുക്ക് വേണ്ടി അവിടുത്തെ പ്രാണനെ വെടിഞ്ഞ് അവസാനം യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെടും. റോമൻ മുദ്രയും കല്ലറയും പൊട്ടിച്ച് താൻ ഉയർത്തെഴുന്നേൽക്കും. ജയാളിയായ കർത്താവ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകും. ഈ കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിന് വളരെ ഭാരം, വേദനയുണ്ടായി. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും കർത്താവ് പറയുകയുണ്ടായി. അപ്പൊ ഈ 17-ാം അധ്യായം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നീണ്ട 26 വാക്യമുള്ള ഒരു അധ്യായമാണ്. അത് മുഴുവൻ നമുക്ക് ചിന്തിക്കാനൊന്നും അതിനുള്ള കഴിവ് എനിക്കില്ല, സമയവുമില്ലല്ലോ. നമുക്ക് അതിൻ്റെ 2 വാക്യം മാത്രം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3, 4 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 17 verses 3 and 4. ഏക സത്യദൈവമായ നിന്നെയും
നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഈ 2 വാക്യത്തെക്കുറിച്ച് നമുക്ക് സ്വല്പമായിട്ടൊന്ന് ചിന്തിക്കാം. ഈ അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത് ഇത് കർത്താവിൻ്റെ പ്രാർത്ഥന. എന്നാൽ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു മോഡൽ പ്രെയർ കർത്താവ് ചെയ്തിട്ടുണ്ട്. അതിനെ ലോർഡ്സ് പ്രെയർ എന്ന് പലരും വിളിക്കാറുണ്ട്. എന്നാൽ ആക്ച്വലി അത് ലോർഡ്സ് പ്രെയർ അല്ല. അത് ലോർഡ്സ് പ്രെയർ അല്ലെന്ന് ഓർത്തിരിക്കാനായിട്ടൊരു നല്ല വാക്യം എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു വാക്യം 6-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. അപ്പൊ കർത്താവിന് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ലല്ലോ. കർത്താവ് ഈ പാവങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ നല്ലൊരു പലരും ലോർഡ്സ് പ്രെയർ അല്ലെന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, കർത്താവ് എന്തിന് പറയണേ എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമെന്ന്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഒരു ഇതായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ 13-ാം അധ്യായത്തിലെ ഏക സത്യ ദൈവമായ നിന്നെ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നാണ്. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ എടുക്കുന്ന പരമപ്രധാനമായ ഒരു തീരുമാനമാണ് നിത്യജീവൻ പ്രാപിക്കുക എന്നത്. നിത്യജീവന്റെ ഒരു ഡെഫിനിഷൻ പോലെ തന്നെയാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനെ അറിയുന്നതാണ് നിത്യജീവൻ. അവനാണ് ജീവൻ. അതാണ് ജീവന്റെ വഴി. പുത്രനായ യേശുക്രിസ്തു സത്യ ഏക ദൈവം എന്ന് നാം വായിക്കുന്നു. സത്യ ഏക ദൈവം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ആയിരക്കണക്കിന് ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. ഹിന്ദുക്കളോട് നമ്മൾ സുവിശേഷം പറഞ്ഞാൽ അവർ പറയും, നിങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്. അങ്ങനെ ആ അന്ധകാരത്തിൽ, ആ ഇഗ്നോറൻസിൽ ജീവിക്കുന്ന ആ ജനത്തിൻ്റെ മധ്യേ നമുക്ക് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ആവർത്തന പുസ്തകത്തിലെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് നാം വായിക്കുന്നു. അപ്പം ഈ സത്യം നമുക്കാണ് അറിയാവുന്നത്. നമുക്കറിയാവുന്ന ഈ സത്യം നമുക്കറിയാവുന്ന അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ വലിയൊരു ജനക്കൂട്ടം ഈ ദൈവത്തെ അറിയത്തില്ല. അവര് ഐഡൽസ്, അവര് ബിംബങ്ങളെ ആരാധിക്കുന്നു. എന്തൊക്കെയാണ് അവരുടെ ദൈവങ്ങളെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ജീവനില്ലാത്തതും നശിച്ചു പോകുന്നതുമായ കാര്യങ്ങളൊക്കെ ദൈവമാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ആരാധിക്കുന്ന വലിയൊരു ജനക്കൂട്ടം. അപ്പോൾ ഈ സത്യം അറിയാവുന്ന നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞത്, അപ്പോൾ ഈ കാലയളവിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ ഏതറ്റത്തേക്കും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള മാധ്യമം നമുക്കുണ്ട്. അതിനുള്ള ടെക്നോളജി ഇപ്പോഴുണ്ട്. സൂമിൽ കൂടെ, ഫേസ്ബുക്കിൽ കൂടെ, പലവിധമായ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് ഈ വചനം നമുക്ക് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ നാം ജീവിക്കുന്ന ഈ കാലയളവിൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല. അതുപോലെ സിസ്റ്റേഴ്സായ നമ്മൾ എവിടെ പോയാലും സാധാരണ ഒരു പേഴ്സ് കയ്യിൽ കൊണ്ട് നടക്കുമല്ലോ. സാധാരണ എല്ലാ സിസ്റ്റേഴ്സും ചെയ്യുന്നതാണ്. നമുക്ക് ഈ പേഴ്സിൽ കുറച്ച് ട്രാക്ട്സ് ഇട്ടേക്കാം. ചെറിയ ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ
ചില സമയത്ത് നമുക്ക് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അത് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അത് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ബൈബിൾ വായിക്കാനുള്ള വെബ്സൈറ്റ് ഹാൻഡി ആയിട്ടിരുന്നാൽ അത് നമ്മൾക്ക് കൊടുക്കാം. പിന്നെ ഈ എഴുതുവാനൊക്കെ കഴിവുള്ളവർക്ക് ലേഖനങ്ങളൊക്കെ എഴുതാം. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആളുകൾ വായിക്കുന്ന സ്ഥലങ്ങളിൽ, പബ്ലിക് പ്ലേസസിൽ, എല്ലായിടത്തും ഒത്തെന്ന് വരത്തില്ല. അങ്ങനെ പലവിധമായ രീതിയിൽ നമുക്ക് ആ ലോകത്തിൻ്റെ അറ്റത്തോളം അവൻ്റെ സാക്ഷികളാകാൻ പറഞ്ഞത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നമ്മളോട് ദൈവം എങ്ങനെ അത് നമ്മളോട് ദൈവം ഇടപെടുന്നു, ഏത് മാധ്യമമാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഏതാണ് കഴിവ് നമുക്കുള്ളത്, ആ രീതിയിൽ അത് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വരുന്ന ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. അതുപോലെ സത്യേക ദൈവത്തെയും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ഈ ലോകത്തിൽ ആരോട് ചോദിച്ചാലും യേശുക്രിസ്തു ആരാണെന്നറിയാം. പക്ഷെ കർത്താവ് അവരെ അറിയുന്നുണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ കർത്താവിനെ അറിയുക എന്ന്? അത് ആരെ നാം അറിയുന്നു, നാം എങ്ങനെ അറിയുന്നു? നമ്മുടെ അറിവിൻ്റെ ആഴമോ നമ്മുടെ പഠിത്തത്തിൻ്റെ ഡെപ്തൊന്നുമല്ല ഇവിടെ പ്രശ്നം. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ്. ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ രാജ്യത്ത് ഞങ്ങളുടെ പ്രസിഡന്റ് ബൈഡൻ. ആരോട് ചോദിച്ചാലും അറിയാം പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ബൈഡനാണ്. അയാളുടെ പിക്ചർ എവിടെ കണ്ടാലും മനസ്സിലാകും. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളെ ആരും അറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും ഇല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ നാം അവനുമായിട്ടൊരു പ്രത്യേക റിലേഷൻഷിപ്പ് വേണം. നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുവാനായിട്ടൊരു തീരുമാനമെടുത്ത് അങ്ങനെ തീരുമാനമെടുത്ത എല്ലാവരുമാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളതെന്ന് എനിക്കറിയാം. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്കിങ്ങനെ അത് ഓരോരുത്തരും സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. അവൻ്റെ തുടർന്നുള്ള ദിവസങ്ങൾ, നമ്മളിപ്പം കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആ ദിവസമോ അതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ മന്ത്സോ വീക്സോ കൊണ്ടൊന്നും നമ്മൾ കർത്താവിനെ അറിയേണ്ട രീതിയിൽ അറിയാൻ സാധിക്കുകയില്ല. അതൊരു പ്രോസസ്സാണ്. അത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വളരണം. പരിജ്ഞാനത്തിലേക്ക് നാം വളർന്നുകൊണ്ടിരിക്കണം. ഇപ്പം അതെങ്ങനെയാണ് ചെയ്യാൻ ഒക്കുന്നത്? നമ്മൾ എങ്ങനെ ആ പരിജ്ഞാനത്തിൽ അങ്ങനെ വളരുവാൻ സാധിക്കും? അത് ദൈവവചന പഠനത്തിൽ കൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വചന പഠനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം വചനം പഠിച്ചാൽ ദൈവത്തെ അറിയാൻ കഴിയും. വചനം പഠിക്കുവാനായിട്ട് നമുക്കിപ്പോൾ വളരെ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ സഭകളിൽ ബൈബിൾ ക്ലാസ്സസ് ഉണ്ട്, വചന ശുശ്രൂഷകളുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്ത് ബുക്കുകൾ വായിക്കാൻ കിട്ടും. ബൈബിളാണ് ഏറ്റവും ബെസ്റ്റ്. ബൈബിൾ അത് വായിച്ച് ധ്യാനിക്കുക. അപ്പോൾ എനിക്കതിനുള്ള കഴിവില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടെ വായിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ ദൈവവചനം പഠിച്ചും അതിൽ ധ്യാനിച്ചും നമുക്ക് വളരണം. പരിജ്ഞാനത്തിലേക്ക് വളർന്നുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ വളരണം. അങ്ങനെ നിത്യജീവന്റെ അവകാശികളാകും നമ്മൾ. ദൈവം രക്ഷിക്കപ്പെടുമ്പോൾ അവൻ നമ്മൾക്ക് നിത്യജീവൻ തരും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവൻ കൊടുക്കുന്നതാണ്. അത് തരുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ അറിയാവുന്ന ദൈവമാണ് ഇത് നമുക്ക് തന്നത്. അപ്പോൾ ഒരു തെറ്റ് ചെയ്തു നമ്മൾ എന്തെങ്കിലും അറിയാതോ അറിഞ്ഞുകൊണ്ടോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം ഈ തന്നത് തിരികെ എടുക്കത്തൊന്നുമില്ല. ദൈവം തന്നത് നിത്യജീവനാണ്. അത് നഷ്ടപ്പെടുമെന്നും ഒക്കെ പറയുന്നവരുണ്ട്. അവരെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു.
ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ നമ്മൾക്ക് തന്ന ആ നിത്യജീവനെ ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. കർത്താവും അത് തിരികെ ചോദിക്കത്തില്ല. അത് നമ്മൾക്ക് തന്ന നിത്യജീവനാണ്. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം അവൻ നമ്മോട് ചെയ്യുന്നില്ല. അതാണ് പിന്നെ അതുകൊണ്ട് ദൈവം അവൻ ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ്, കരുണയും കൃപയും ഉള്ളവനാണ്, നമ്മളുടെ അകൃത്യങ്ങളെ നമ്മളോട് ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ലത്. നമ്മൾക്ക് കഴിയുന്നിടത്തോളം ആവോളം നമ്മൾ ശ്രമിക്കണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ തന്നെ നാം ശ്രമിക്കണം. എന്നാൽ നാം വഴുതി പോകാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഒരു മടങ്ങി വരവും ഒരു റിപ്പൻറ്റൻസും ഒക്കെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി 4-ാം വാക്യത്തിൽ ആ മത്തായിയുടെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥനയിൽ പറയുന്നു, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നുവെന്ന്. അത് വളരെ ആത്മവിശ്വാസത്തോടെ വളരെ ധൈര്യത്തോടു കൂടിയാണ് കർത്താവ് പറയുന്നത്. നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. ആ കാൽവറി ക്രൂശിലും അവസാനം പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി. അത് ചെയ്ത് അപ്പം ഇനി എന്താണ് പിതാവ് അവന് ചെയ്യുവാൻ കൊടുത്തത് എന്ന് ചോദിച്ചാൽ, നമ്മൾ മാനവരാശിയുടെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന പ്രവൃത്തിയാണ് കർത്താവിന് ചെയ്യുവാൻ കൊടുത്ത് ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ ക്രൂശിൽ മരിക്കുന്നതിന് മുൻപാണിത് പറയുന്നത്, എൻ്റെ പ്രവൃത്തി ഞാൻ തികച്ചു എന്ന്. കാൽവറി ക്രൂശിൽ മരിക്കാൻ വന്ന ആള് അത് മരിക്കുന്നതിന് മുമ്പ് പറയുവാണ്, പ്രവൃത്തി ഞാൻ തികച്ചു എന്ന്. അതിൻ്റെ കാരണം അവൻ ഉലകസ്ഥാപനത്തിന് മുൻപേ നമുക്ക് വേണ്ടി മരിച്ച് കർത്താവാണ്. അതാണ് അവൻ്റെ പ്രവൃത്തി, അത് തികഞ്ഞതാണ്. വാസ് എ ഡൺ ഡീൽ. അതുകൊണ്ട് ഉലകസ്ഥാപനത്തിന് മുൻപേ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അപ്പോൾ അത് ഞാൻ പ്രവൃത്തി തികച്ചു എന്ന് പറഞ്ഞിട്ടാണ് കാൽവറി ക്രൂശിലേക്ക് പോയത്. ഞാൻ നിങ്ങൾക്ക് വഴിയൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയത് കാൽവറി ക്രൂശിലേക്കാണ്, നമുക്ക് വേണ്ടി ഒരുക്കിയ മാർഗം. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല എന്ന്. ആയതിനാൽ നമ്മളുടെ പാപങ്ങളെ നീക്കുവാൻ സ്വന്തം രക്തം കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു. നമുക്ക് വേണ്ടി ഇടനില നിന്നുകൊണ്ട് ദൈവകോപത്തീയിൽ അവൻ വെന്തിരിഞ്ഞു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യഹോവയ്ക്ക് യുക്തമായിരുന്നു. കർത്താവ് വളരെ കോൺഫിഡൻസോടുകൂടി പറഞ്ഞു, എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ തികച്ചുവെന്ന്. അപ്പോൾ ദൈവം നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നിട്ടില്ലേ? അത് ഇൻഡിവിജ്വലാണ്. ഒരു എന്താ വൺ ഫിറ്റ് ഓൾ സൈസ് ഒന്നുമല്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. നമുക്കെല്ലാം പലതരമായ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഇപ്പൊ എൽസി ആൻറ്റിയോട് പാടാൻ പറഞ്ഞു, ഉടനെ പാടി. എന്നോട് പാടാൻ പറഞ്ഞാൽ അത് നടക്കത്തില്ല. അത് നിങ്ങളാരും പിന്നെ പ്ലാറ്റ്ഫോമിൽ കാണത്തില്ല. അങ്ങനെ ഓരോരുത്തർക്ക് ദൈവം ഓരോ കൃപയാണ് കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് കൂടുതൽ ടാലൻസ് കാണും. ബട്ട് ദൈവം തന്നതിന് അതെങ്ങനെ നമ്മൾ കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. യഹോവ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്നൊരു ചോദ്യം എസെക്കിയേൽ പ്രവചനത്തിലുണ്ട്. നമ്മളോട് കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. ആ മധ്യാകാശത്തിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്തതിനെല്ലാം നമ്മൾ കണക്ക് പറയണം. ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഏൽപ്പിച്ചതിൻ്റെ മാത്രമേ കണക്ക് നമ്മളോട് ചോദിക്കത്തുള്ളൂ. വേറെ ഒരാളുടെ കാര്യം നമ്മളോട് ചോദിക്കത്തില്ല. ഇതൊരു ഒരു ഒരു എന്തുവാ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു അക്കൗണ്ട് സെറ്റിൽമെന്റ് ഒന്നുമല്ല. ഇത് ഇൻഡിവിജ്വലാണ്. നമ്മുടെ മക്കളും ഓരോരുത്തരും അവരവർക്ക് പ്രത്യേകമായിട്ട് കൊടുത്ത കൃപകളൊക്കെ അനുസരിച്ച് അവർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവരവരാണ് കണക്ക് പറയേണ്ടത്. അപ്പൊ എന്തൊക്കെയായിരിക്കും ദൈവം ഓരോരുത്തർക്കും ഒരു ജനറലി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അന്യോന്യം സ്നേഹിക്കാനായിട്ട്.
എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അന്യോന്യം സ്നേഹിക്കുക. അതെപ്പോഴും ഈസി അല്ല. നോട്ട് എവറിബഡി ഈസ് സോ ലവബിൾ. അപ്പോൾ അതെപ്പോഴും പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈസി ആണെങ്കിൽ ആർക്കും ചെയ്യാമല്ലോ. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ നമുക്ക് പല കാര്യങ്ങളിൽ എന്തിനകത്തും കുറ്റം കണ്ടുപിടിക്കാനുള്ള ടാലന്റ് ചിലർക്കുണ്ട്. എന്ത് കണ്ടാലും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനുള്ള കഴിവ് പലർക്ക്, അത് ചിലരുടെ കഴിവാണത്. എന്നാൽ അങ്ങനെയുള്ള കഴിവുള്ളവരെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് കുഴിച്ചിടുക, അത് കുഴിച്ചു മൂടിയിടാൻ നോക്കുക. ഒരു ഒരു താലന്ത് കൊടുത്തിട്ട് പോയ ഒരു യജമാനന്റെ സ്റ്റോറി നാം വായിക്കുന്നുണ്ടല്ലോ. അത് കുഴിച്ചിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് 5 തന്ന് ഞാൻ 5 കൂടെ നേടി. 2 തന്നയാൾ പറഞ്ഞു 2 കൂടെ നേടി. 1 കിട്ടിയ ആളെന്ത് പറഞ്ഞു, ഞാനത് കുഴിച്ചിട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പിറുപിറുപ്പിൻ്റെയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളവർ ആ കഴിവ് കുഴിച്ചിടുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് പിന്നെ ഒരിക്കലും എഴുന്നേറ്റ് വരാതിരിക്കത്തക്കവണ്ണം. അതൊക്കെ ഹാർഡ് വർക്കാണ്. ഇതൊന്നും ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പിറുപിറുപ്പിൻ്റെ ആ പിറുപിറുക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നന്ദി പറയുവാൻ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ അത് ഉപയോഗിക്കുക. അങ്ങനെ അതിനു വേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്നെ നമുക്ക് ചെയ്യാനൊക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 17-ാം അധ്യായം മുഴുവനും നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്ക്. ആ പ്രാർത്ഥനയിൽ കർത്താവ് എന്താണ് പറയുന്നത്? തനിക്ക് വേണ്ടി താൻ വല്ലതും ചോദിച്ചോ? ഒന്നുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയരുത് എന്ന് ഞാൻ പറയുകയല്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് മാത്രമാകരുത്. ദൈവത്തിന് ആദ്യം നമ്മൾ നന്ദി കരയറ്റണം. ഒരു മോഡൽ പ്രെയർ കർത്താവ് തന്നെ തന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അത് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ചുറ്റും അനേക രോഗികളുണ്ട്. നമ്മൾ അറിയാവുന്നവർ തന്നെ എത്രയോ രോഗികളുണ്ട്. ഈ ദിവസങ്ങളിലാണെങ്കിൽ യങ് ലേഡീസൊക്കെ ക്യാൻസർ രോഗം വളരെ കേൾക്കുന്നുണ്ട്. കൊച്ചു മക്കളൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ഉള്ള യങ് ലേഡീസാണ്. 35 to 40, 45 ഒക്കെ ഉള്ള പെൺകുട്ടികൾക്ക് അനേകർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് കേൾക്കാറുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നമുക്ക് ടൈം എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫൈനാൻഷ്യലി പ്രയാസം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. ജോലി ആവശ്യമുള്ളവരുണ്ട്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ വിവാഹം കഴിഞ്ഞ ശേഷം മക്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അതുപോലെ സുവിശേഷ വേലയിലായിരിക്കുന്ന മക്കളെ, അവരെ ഉപദ്രവിക്കുന്നവർ, ഈ സുവിശേഷ വിരോധികൾ, അവർക്ക് വേണ്ടി കൂടുതലായിട്ട് നാം പ്രാർത്ഥിക്കണം. ഈ സത്യേക ദൈവത്തിനെ അവരറിയുവാനായിട്ട് നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പീഡ അനുഭവിക്കുന്ന അനേകരുണ്ട്. ജയിലറകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കൂടി വന്നിരിക്കുകയാണല്ലോ. നമ്മൾ അനേക വിഷയങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈഡേ മോർണിംഗിൽ ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, ആ ടോപ്പിക്സ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. ആ ലിസ്റ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വാട്സാപ്പിൽ കൂടെ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും മെസ്സേജ് വരും, ഇന്നാര് സുഖമില്ലാതിരിക്കുന്നു, പ്രാർത്ഥിക്കണേ, ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങനെ അപ്പം ഞാൻ ഈ മെസ്സേജ് കാണുമ്പോൾ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ, അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം അങ്ങ് പ്രാർത്ഥിക്കും. കാരണം പിന്നെ ചിലപ്പോൾ ഞാൻ ഓർത്തെന്ന് വരത്തില്ല. കാരണം ലോങ് ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് സമ്മതിച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണം അതിനു വേണ്ടി. നമുക്കൊരു മെസ്സേജ് ഒരാൾ അയക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും, അത് മെസ്സേജ് കിട്ടുമ്പോൾ തന്നെയാണെങ്കിലും 1 മിനിറ്റ് എടുത്തുനിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സമയം കഴിയാറായെന്ന് തോന്നുന്നു. അതുപോലെ ഏകാന്ത ജീവിതത്തിൽ കഴിയുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. അനാഥരും വിധവമാരും ഒക്കെയുണ്ട്. നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ അവരെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. സമയമുള്ളപ്പോൾ അത് ചെയ്യുക. ഈ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു, 14-ാം അധ്യായം തുടങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞ
14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ കർത്താവ് ഇപ്പൊ ഈ GPS കാലത്ത് നമുക്ക് ആരുടെയും ഡയറക്ഷൻ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിനു മുമ്പായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ വഴി ചോദിച്ചു എഴുതിയെടുത്ത് ഡയറക്ഷൻ നോക്കിയൊക്കെ പോകുമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ഈ ഡയറക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ലോ ചെയ്യുന്നത്. അവൻ പറഞ്ഞ്, ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്നാണ്. അവൻ നമ്മളെ ചേർക്കാൻ വീണ്ടും വരും. അവൻ്റെ വരവിനായിട്ട് നമുക്ക് നോക്കി പാർക്കുന്ന ഈ സമയത്ത് അവൻ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ കാര്യം ഓർത്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്നാരിന്നത് ചെയ്തില്ലല്ലോ, അവരങ്ങനെ ചെയ്യുന്നല്ലോ, അതൊക്കെ അങ്ങ് ലീവ് ഇറ്റ് ദ ലോർഡ്. നമ്മുടെ കാര്യങ്ങൾ, നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും ദൈവം എന്തെങ്കിലും ഒരു താലന്തെങ്കിലും തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. പാന്തത്ത് ഫോർ ദി ലിവിങ് വേർഡിനോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം, ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെ കേട്ടതിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.